ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായി വരികയാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ നിന്നുള്ള അവരുടെ കോട്ടൺ വസ്ത്ര മേഖലകൾക്കൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായ നൂല് വാങ്ങുന്നില്ല എന്നൊരു നിലപാടിലെത്തി. ഇതെന്താ പെട്ടെന്ന് നൂല് വേണ്ട എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം? ശരിക്കും പറയാം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്ന് പറയുന്നത് വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട വസ്ത്രവിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളാണ് എല്ലായ്പ്പോഴും ബംഗ്ലാദേശ് നിർമ്മിക്കുന്നത്. അത് ഇവർ വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അതിന് വലിയ ആവശ്യക്കാരുണ്ട് തന്നെ. അപ്പം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കയറ്റുമതിക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്. സ്വാഭാവികമായും ഇന്ത്യൻ കപ്പലുകളെ, ഇന്ത്യൻ വിമാനങ്ങളെ ഒക്കെ ആശ്രയിക്കുന്നു. നമ്മുടെ അടുത്തുള്ള ഒരു രാജ്യമെന്ന നിലയിൽ പണ്ട് മുതലേ ബംഗ്ലാദേശിനോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ഒരു സഹായം, അതായത് വ്യവസായ മേഖലയിൽ അവർക്കൊന്ന് പുഷ്ടിപ്പെടാനാണല്ലോ. ഈ സമയത്ത് ഇന്ത്യ അവരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് വിമാനങ്ങൾ പറന്നു പൊങ്ങുകയോ കപ്പലുകൾ പോവുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ പതിയെ മാറി വന്നപ്പോൾ ഇന്ത്യ ഈ മേഖലയിൽ കുറച്ചുകൂടെ വലിയ രാജ്യമാണ്. നമ്മൾ കൂടുതൽ കപ്പലുകൾ ഓടിക്കുന്നു, വിമാനങ്ങൾ ഓടിക്കുന്നു. അപ്പം നമ്മളുമായിട്ട് കുറച്ച് സഹകരിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബംഗളൂരു വഴിയൊക്കെ ഈ വിമാനത്തിൽ പോകുമ്പോൾ ചരക്കുകളൊക്കെ കയറ്റി വിടുന്നു. അപ്പം ഷേഖ് ഹസീന സർക്കാർ പണ്ട് മുതലേ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യൻ നിലപാടുകളോട് സഹകരിക്കുന്ന ഒരു സർക്കാരായിരുന്നു. പക്ഷേ പിന്നീട് വന്ന യൂണിറ്റ് സർക്കാർ, അതായത് ഇവരെ അട്ടിമറിച്ചുകൊണ്ട് പിന്നീട് വന്ന യൂനിസ് ഭരണകൂടം ഇന്ത്യക്കെതിരായ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശ് നമുക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുകയും ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ നമ്മൾ പലതിൽ നിന്നും പിന്നോട്ട് മാറി. അങ്ങനെ നമ്മൾ ഈ ബംഗ്ലാദേശിന് നൽകിയിരുന്ന കയറ്റുമതിക്കുള്ള സഹായങ്ങളൊക്കെ അങ്ങ് നിർത്തലാക്കി. നമ്മളിത് ചെയ്യുന്നില്ല. അപ്പം ഈ യൂനിസ് സർക്കാർ പറഞ്ഞു, അങ്ങനെയാണോ, എങ്കിൽ ഞങ്ങൾ അടുത്ത പണി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചിരുന്ന നൂലുകളുടെ ആ ഒരു കയറ്റുമതി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിവെച്ചു. ഇന്ത്യയിലെ നൂലുകൾ ഇനി ബംഗ്ലാദേശിന് വേണ്ട. സാധാരണഗതിയിൽ ലോകത്ത് മറ്റേതൊരു രാജ്യം നൽകുന്നതിനേക്കാൾ വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള നൂലുകളാണ് നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനിസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള വിരോധം കൊണ്ട് ഈ നൂല് വേണ്ടെന്ന് പറഞ്ഞു. ഇതുകൊണ്ടുണ്ടായ പ്രശ്നം, അവിടുത്തെ ബിസിനസ്, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വലിയ തോതിൽ ചിലവ് കൂടുന്ന മേഖലയിലേക്ക് മാറി. അതായത് കൂടുതൽ വിലയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നൂല് ഇറക്കുമതി ചെയ്യണം. അപ്പോൾ ഇവർക്ക് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ പറ്റാതെയായി. അപ്പോൾ വിദേശ രാജ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്ന മാർക്കറ്റ് പതിയെ ഇടിഞ്ഞു. ഒപ്പം ഈ ടെക്സ്റ്റൈൽ വിപണി തകർന്നപ്പോൾ അവിടെ വൻതോതിൽ തൊഴിലില്ലായ്മ ഉണ്ടായി. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കാലങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ഈ വസ്ത്ര വ്യാപാര നിർമ്മാണ മേഖലയിലാണ്. അതില്ലാതെയായി പോവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് പണി കൊടുക്കാൻ വേണ്ടി നൂല് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ നൂല് കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു. അതോടുകൂടി ബംഗ്ലാദേശിൻ്റെ ആ ഒരു നിലനിൽപ്പിന് ഭീഷണിയുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി, ഈ യൂനിസ് ഭരണകൂടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ജനതയ്ക്ക് വേണ്ടി അല്ല നിലകൊള്ളുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ തകർക്കാൻ, ഇന്ത്യ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ എന്തിനാണ് നമ്മൾ അതിനെയൊക്കെ അനുകൂലിക്കുന്നത്? അപ്പോൾ വാക്കറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈന്യാധിപൻ തന്നെ ഈ മുഹമ്മദ് യൂനിസിന്റെ പ്രവൃത്തികളിൽ ഭയങ്കര അസ്വസ്ഥനാണ്. അയാൾ നിരാശനുമാണ്. രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്ന പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ ഒരുപക്ഷെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുമെന്ന പ്രതീതി പോലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാക്കറുസ്സമാൻ സൈന്യത്തിൻ്റെ നിലപാടെടുത്തുകൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിനെ വേണമെങ്കിൽ ജയിലിലിടാം. എന്നിട്ട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ അന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കിയ സംഘടനകൾ, ഇവരെയൊക്കെ നിരോധിക്കാം. ഷേഖ് ഹസീന അവിടെ വീണ്ടും വന്ന് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേക്കാം. ഈ അടുത്ത കാലത്തും ഷേഖ് ഹസീന പറഞ്ഞു, ബംഗ്ലാദേശിലെ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു, പ്രധാനമന്ത്രിയായി തന്നെ വരുമെന്ന്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നിലകൊള്ളുമ്പോഴാണ് ബംഗ്ലാദേശിന് വലിയ ആഘാതമായിട്ട് ഈ വസ്ത്ര വ്യാപാര വിപണി തന്നെ തകർന്നത്. നമുക്കറിയാലോ, ബംഗ്ലാദേശിൻ്റെ ചരിത്രം തന്നെ ഈ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടത്. ധാക്ക മസ്ലിൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും സ്വർണ്ണ പകിട്ടോടെ നിലനിൽക്കുന്ന ഒരു സിൽക്കാണ്. അതായത് ഒരു തീപ്പട്ടിക്കൂടിനുള്ളിൽ അടച്ചു വെക്കാൻ കഴിയുന്ന അത്രയും തിന്നായിട്ടുള്ള കനം കുറഞ്ഞ സാരിയാണത്. അതായിരുന്നു ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അന്ന് ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഒന്നായി കിടന്നിരുന്ന ഇന്ത്യയിൽ നിന്നാണ് ഈ പറയുന്ന കോട്ടൺ, സിൽക്ക് ഇതെല്ലാം കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പാരമ്പര്യം ബംഗ്ലാദേശിനുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഈ ധാക്ക മസ്ലിൻ നെയ്ത്തുകാരുടെ ഒരു തലമുറയുടെ മുഴുവൻ വിരലുകൾ അങ്ങ് മുറിച്ചു കളഞ്ഞവർ ബ്രിട്ടീഷുകാർ. വലിയ ക്രൂരതയെ ചെയ്തത്. അതോടുകൂടി ഈ പറയുന്ന നെയ്ത്ത്, ആ ധാക്ക മസ്ലിൻ്റെ ഉൽപ്പാദനമൊക്കെ അങ്ങ് മാറുകയും അത് വഴിമുട്ടി പോവുകയൊക്കെ ചെയ്തു. അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പറ്റാതായി പോയി. അങ്ങനെയാണ് ഒരു വലിയ ദ്രോഹമാണ്. ബ്രിട്ടീഷുകാർക്ക് എന്തോ ഒരു പൂർവ്വ വൈരാഗ്യം ബംഗാളിനോടുണ്ടായിരുന്നു. നമുക്കറിയാം, ഫാമിൻ്റെ കഥകളൊക്കെ അറിയാം, ബംഗാളിൻ്റെ പട്ടിണിക്കാലമൊക്കെ ക്ഷാമമൊക്കെ. അതുപോലെ അങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട് ബംഗ്ലാദേശിന്. ഈ പറയുന്ന സ്വതന്ത്രമായതിന് ശേഷം ഇന്ത്യ അവരുടെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുകയായിരുന്നു.
അതിനുശേഷം അവർക്ക് ഈ പറയുന്ന കോട്ടൺ ഉൽപാദനം ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി. കാരണം ഇന്ത്യ ഈ കോട്ടൺ ഉൽപാദനത്തിൽ വലിയ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. വലിയ തോതിൽ ഉൽപാദനമുണ്ട്, കയറ്റുമതിയുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആശ്രയിച്ചിരുന്ന രാജ്യം ഇതെല്ലാം വിട്ടെറിയുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുക. എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യം ഇതാണ്: ബംഗ്ലാദേശ് ഇന്ത്യയെ ശത്രുവായി കാണുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ജനതയെ സ്നേഹിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ പകുതിയിലധികം തീരുമെന്നാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ കാലവും ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ ആ രാജ്യം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത, കാരണം ഇന്ത്യയാണല്ലോ അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന് പറയാം. പക്ഷേ പിന്നീട് വരുന്ന ഈ പറഞ്ഞ ഷേഖ് ഹസീനയുടെ സർക്കാർ ഇന്ത്യയുമായിട്ട് വലിയ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മളോട് ആലോചിക്കുന്നു. പക്ഷേ എതിർപക്ഷത്തിന് അത്ര താല്പര്യമില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഒരു രാജ്യങ്ങൾക്കും ബംഗ്ലാദേശിൽ കൈ കടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജോ ബൈഡൻ ഭരണകൂടം അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ പുറകിൽ ജമാഅത്ത് ഇസ്ലാമി കയറി വലിയ തീവ്രവാദ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തീവെപ്പ് ഉണ്ടാക്കുന്നു, കലാപം ഉണ്ടാക്കുന്നു. അങ്ങനെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു മാനസപുത്രൻ, അയാളെ പിടിച്ചിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ ചുമതല ഏൽപ്പിക്കുന്നു, എന്നിട്ട് പറയുന്ന ഒരു ചീഫ് അഡ്വൈസറാണെന്ന്. അങ്ങനെ നിൽക്കുന്ന അമേരിക്ക അവരുടെ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെ സ്വാഭാവികമായി അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ട്രംപ് വരുന്നു. അപ്പോൾ ട്രംപ് വന്നപ്പോൾ ഇന്നലെ വരെ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുണ്ടായിരുന്ന മനോഭാവമല്ല. അപ്പോൾ ജോ ബൈഡൻ എന്തിനാണോ ആ ഭരണകൂടത്തെ അട്ടിമറിച്ചത്, ആ ലക്ഷ്യങ്ങളൊന്നും ട്രംപിന് താല്പര്യമില്ല. ട്രംപ് അവരെ സഹായിക്കാൻ പോകുന്നില്ല. എന്തിന്? കണ്ണിന് കണ്ടുകൂടാ മുഹമ്മദ് യൂനിസ് എന്ന നിലയിലേക്കാണ്. അപ്പോഴാണ് മുഹമ്മദ് യൂനിസ് പതുക്കെ ചൈനയുമായി അടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, നമുക്ക് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, 7 സ്റ്റേറ്റാണ്, അവിടേക്ക് പോകുന്ന ഒരു ചെറിയ ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി, 22 കിലോമീറ്ററേ ഉള്ളൂ. ആ ഭാഗം ലാൻഡ് ലോക്ക്ഡാണ്, ഇവർക്ക് കടലുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സഹായം വേണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർപോർട്ട് നിർമ്മിക്കാം, പോർട്ട് അല്ലെങ്കിൽ തുറമുഖം നിർമ്മിക്കാം. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് വൻതോതിൽ നിക്ഷേപം നടത്താം. അങ്ങനെ നമുക്കൊന്നിച്ച് നിൽക്കാം. എന്തിന്? ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ. ആ രീതിയിൽ നിന്നപ്പോഴാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് വാർ ഉണ്ടാകുന്നത്. അപ്പോൾ ഷീ ജിൻപിങ് മനസ്സിലായി, ഈ സമയത്ത് ട്രംപുമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം ഇന്ത്യയാണ്. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ദുർബലമായ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ പിന്തുണയുള്ളത്. എല്ലായ്പ്പോഴും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നോ അതിനെ അനുകരിക്കുന്ന നിലപാട് ബംഗ്ലാദേശ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ കശ്മീരിലടക്കം അവരുടെ ഭീകരവാദികളെ കയറ്റിവിട്ട് നുഴഞ്ഞുകയറ്റം നടത്തി ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് മുർഷിദാബാദ് അടക്കമുള്ള സ്ഥലത്ത് കലാപം ഉണ്ടായത്. ഈ കലാപത്തിൽ പങ്കെടുത്തതിൽ 70% ബംഗ്ലാദേശികളാണ്, അല്ല ബംഗാളികളാണ്. അപ്പം പാകിസ്ഥാൻ ചെയ്തതിനെ അവർ അനുകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിന് ആ നാടിൻ്റെ വികസനമോ ആ നാടിൻ്റെ വളർച്ചയോ ഒന്നും ഒരു താല്പര്യവുമില്ല. അവിടെ ജനങ്ങൾ പട്ടിണിയിലാണ്, തൊഴിലില്ലായ്മ കൂടി വരുന്നു, വൈദ്യുതി പോലുമില്ല. അപ്പോൾ ഡീസലിനും പെട്രോളിനും പോലും ഇന്ത്യ ആശ്രയിക്കണം, ഗോതമ്പിനും അരിക്കും ഇന്ത്യ ആശ്രയിക്കണം. ഈ നിലയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ നൂലുൽപ്പന്നങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് യൂനിസ് വലിയൊരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നൂലുൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തി. അതോടുകൂടി അവർക്ക് കൂടിയ വിലയ്ക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയായപ്പോൾ ഈ വസ്ത്ര വിപണനവുമായിട്ട് മുന്നോട്ട് പോകാൻ, നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കമ്പനികൾക്ക് സാധിച്ചില്ല. കമ്പനികൾ തകർന്നാൽ അവിടുത്തെ ജനങ്ങളുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യ എന്ന് പറയുന്ന ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വയം കുഴി കുഴിച്ച് അതിനുള്ളിലേക്ക് വീണു പോകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും അത് തന്നെയാണ്.